വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം നല്ല മഴയാണ്. മഴ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞേ ഉള്ളൂ. ഭയങ്കര മടി പിടിച്ചൊരു ദിവസമാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മഴയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് ഒരു വ്ലോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും രാവിലത്തെ ചായയോടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഉച്ചക്കത്തെ ഫുഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കുഴിമന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എളുപ്പം ഉണ്ടാക്കാം, ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുഴിമന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് നമുക്ക് പോവാം. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കുഴിമന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പ്രൊഫഷണൽ കുഴിമന്തി എന്നല്ല, എൻ്റെ ഒരു കുഴിമന്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കുഴിമന്തി ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കോലമൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഇങ്ങനെയൊക്കെ മുടി കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. വേറെ ഒന്നല്ല, പിന്നെ നമുക്ക് ഡിസ്റ്റർബ് ഇല്ലല്ലോ, മുടി ഇളകി വീഴോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെങ്ങനെയൊക്കെ മുടിയൊക്കെ കെട്ടി വന്നേക്കുന്നേ. അപ്പം നമുക്ക് കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാനിതിനെ എടുത്തു വെച്ചിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനിങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഇതാ 4 പീസ്, കുറച്ച് വലിയ ടൈപ്പ് 4 പീസ് ചിക്കനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 4 പീസേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മളിവിടെ 2 പേരേ ഉള്ളൂ. അപ്പം നമുക്ക് 2 പേർക്കും കഴിക്കാൻ അത്യാവശ്യം ഇത് മതിയാവും. അതുകൊണ്ട് വലിയ 4 പീസ് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ക്യാപ്സിക്കാണ്. ഒരു വലിയൊരു ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില വേണം. മല്ലിയിലയുണ്ട്. പിന്നെ ഇത് മന്തി മസാലയാണ്. അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും മന്തി മസാല. ചിലവർ മാഗി ക്യൂബൊക്കെ ഉപയോഗിക്കുന്ന കാണുന്നുണ്ട്. എനിക്ക് അതിനോട് താല്പര്യമില്ല. അപ്പം മന്തി മസാല ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു മന്തിയുടെ ടേസ്റ്റ് കിട്ടും. അപ്പം മന്തി മസാല ഞാൻ വാങ്ങിയിട്ട് ഇതുപോലെ ഡബയിലിട്ട് വെച്ചതാണ്. അപ്പം ഇത് മന്തി മസാല വേണം. പിന്നെ വേണ്ടത് കുരുമുളക് വേണം, കുരുമുളക് പൊടി വേണം. അയ്യോ, ഇത് കുരുമുളകല്ല, ഇത് കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി ഉണ്ട്. പിന്നെ ചെറിയ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ, ഒരു വെജിറ്റബിൾ ഓയിൽ. നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിൽ വേണ്ട, അതിന് പകരം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇതെല്ലാം നമ്മുടെ ക്യാപ്സിക്കവും മല്ലിയിലയും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. വേണമെന്നുള്ളവർക്ക് ഉള്ളി ചേർക്കാം, പക്ഷെ ഞാനിവിടെ ഉള്ളി എടുക്കുന്നില്ല. ക്യാപ്സിക്കവും മല്ലിയിലയും ആദ്യം നന്നായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. ഞാനിത് ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടി നമുക്ക് കാണാം. അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് ഇത് ചോപ്പ് ചെയ്യുന്നത്. അല്ലാണ്ട് അരിഞ്ഞെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് മല്ലിയില വേണോ ക്യാപ്സിക്കം വേണോ? ആദ്യം നമുക്ക് ക്യാപ്സിക്കം ഇതിൽ നുറുക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് മല്ലിയിലയും കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം മല്ലിയിലയും ക്യാപ്സിക്കവും ഞാനിവിടെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചിക്കൻ ഒന്ന് ഇതെല്ലാം വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുക്കറിലാണ്. അപ്പം നമുക്ക് കുക്കറിലേക്ക് ആദ്യം ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പം എല്ലാ പീസും ഇതുപോലെ നിരത്തി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രം ആയിരിക്കണം. ഈ 4 പീസേ ഉള്ളൂ, അതിപ്പോൾ ഇതിനകത്ത് എല്ലാം നിരത്തി വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കുക്കറായാലും മതി, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ സാധനവും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഞാനിത് ആക്കി കഴിഞ്ഞാലാണ് എനിക്ക് ഓർമ്മ വരുക, ഇന്നേ സാധനം ചേർത്തില്ലല്ലോ, ഇന്നേ സാധനം ആക്കില്ലല്ലോ എന്നൊക്കെ എന്തായാലും എനിക്ക് ഓർമ്മ വരിക. അപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആദ്യത്തെ ഉള്ള പൊടിച്ചത് അതിട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ജീരകം, അത് ഒരു ചെറിയ സ്പൂൺ അതിട്ട് കൊടുക്കാം.
ഇനി മന്തി മസാല കിട്ടാത്തവർക്ക് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. പക്ഷെങ്കിൽ അതിലെനിക്ക് തോന്നുന്നു കുറച്ച് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു. മന്തി മസാല കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനൊരു 2 സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഓയിലാണ്, സൺഫ്ലവർ ഓയിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഞെരടി ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കാം. ഇനി റെഡ് കളർ, അതായത് ചിക്കൻ ഒരു റെഡ് കളറൊക്കെ വേണം എന്നുള്ളവർക്ക് റെഡ് കളർ വേണമെങ്കിൽ ചേർക്കാം. ഞാനെന്തായാലും ഇപ്പോൾ ചിക്കനിൽ ചേർക്കുന്നില്ല, ഇത് മതി. ഇത് നന്നായിട്ട് ഞെരടി ഇതിന് ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ചോറ് വേവിച്ചൂറ്റാനുള്ള വെള്ളം സ്റ്റൗവിൻ്റെ മുകളിൽ വെക്കുകയാണ്. ഇനി ഈ വെള്ളത്തിൽ നമുക്ക് പട്ട, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായി ഇതുപോലെയുള്ള സംഭവം ഇട്ട് കൊടുക്കാം. പക്ഷെ ഇത്രയും സംഭവങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ മന്തി മസാല തന്നെയാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊക്കെ കൂടി വെച്ച് പൊടിച്ച ഗരം മസാല വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ഇടുന്നില്ല. ഇതിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കും, പിന്നെ കുറച്ച് ഓയിലും ചേർക്കും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ കഴുകി വച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണി അരി, ഞാനിപ്പോൾ സാധാരണ ബിരിയാണി അരിയാണ് എടുക്കുന്നത്, അല്ല മറ്റേ നീളത്തിലുള്ള അരി വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ നോർമലായിട്ടുള്ള ചെറിയ ബിരിയാണി അരിയാണ് എടുക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 3/4 വേവ് ആവുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ആവശ്യമുണ്ട്. ഞാനത് വാങ്ങാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ ചെടീൻ്റെ മുകളിൽ പച്ചമുളക് അങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ. ഈ പച്ചമുളക് ഇല്ലെങ്കിൽ കാന്താരി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം കാന്താരി ഉണ്ട്, പച്ചമുളകൊന്നും കാണുന്നില്ല. ചെറിയ 2 പച്ചമുളക് കിട്ടി. അയ്യോ, മഴ പെയ്തു തുടങ്ങി. കാന്താരി ഉണ്ട് കേട്ടോ, കാന്താരി വേണമെങ്കിൽ 2 കാന്താരി പറിക്കാം. അയ്യോ മഴ, മഴ. അപ്പോൾ അരിക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ട് അത് തിളക്കാനാവുന്നുണ്ട്. നമുക്ക് എന്തായാലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ആയി. അപ്പോൾ അത്രയും സമയം വെക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറോളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് എന്ത് ചെയ്തു, സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയാൽ മതി, കരിഞ്ഞു പോകാന്ന് വെച്ചാൽ വെള്ളമൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ഇതിൻ്റെ വെള്ളവും ഇതിലൊഴിച്ചിട്ടുള്ള ഓയിലും കൊണ്ടൊക്കെ ഒന്ന് വെന്ത് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിലൊരു ഫ്രൈ പോലെയൊക്കെ ആയിട്ട് വരട്ടെ. അപ്പം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ആവട്ടെ. ഇനി വെള്ളവും തിളയ്ക്കുമ്പോൾ നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് എടുക്കാം. വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ അരി ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് ചെറിയൊരു രീതിയിൽ ഫ്രൈ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള കുറച്ച് ഓയിലും ആ ചിക്കൻ്റെ തന്നെ വെള്ളവും ഇറങ്ങിയിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം.
അപ്പോൾ ഇതുപോലെയാണുള്ളത്. കുറേ വെള്ളമൊക്കെ അങ്ങ് വറ്റി നന്നായിട്ട് വെന്ത് ഒരു ചെറിയ രീതിയിൽ ഫ്രൈ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ റെഡിയായി. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഊറ്റി വച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മഞ്ഞൾ കലക്കിയ വെള്ളമാണ്. ഇത് നമ്മളിതിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കും. അതായത് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്, ഇത് ഉപയോഗിക്കേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഡെക്കറേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ പറിച്ചിട്ടുള്ള പച്ചമുളകും കാന്താരിയും ഇതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇല വെട്ടുകയാണ്. അപ്പോൾ ഇലയിൽ നമുക്ക് വിളമ്പുമ്പം ആ ഇലയുടെ ഒരു ടേസ്റ്റും കൂടെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇല മുറിക്കാൻ പോയേക്കുക. അപ്പോൾ ഇല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മന്തി വിളമ്പി കൊടുക്കാം. ഈ സാധാരണ നമ്മൾ മന്തിയിൽ പുകയിട്ട് കൊടുക്കും. അതായത് ആ പുകയുടെ ഒരു സ്മെല്ലൊക്കെ വരണ്ടിയിട്ട് പുക വെച്ച് കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് ആ സ്മെല്ല് വേണമെന്ന് തോന്നിയില്ല. പിന്നെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മന്തിയാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ശരിക്കും ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്താ പറയുക, ആ നോൺ വെജ് കഴിച്ചതിൻ്റെ ഒരു ഹെവി ഫീലൊന്നും ഉണ്ടാവുകയില്ല. അത്ര ശരീരത്തിന് അത്ര മോശമല്ല. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ മന്തിയൊക്കെ കഴിച്ച് കുറച്ച് സമയം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാമെന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു ഞാനൊരു പ്രോഡക്റ്റിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ലൂസ്റ്ററിൻ്റെ ഒരു ബ്രൈറ്റനിങ് സ്ക്രബിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ജസ്റ്റ് വാങ്ങിയ കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതും പിന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയ ആ സമയം ഒരു വീഡിയോ ഇടും. ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടും. പക്ഷെ നിങ്ങൾ അപ്പം തന്നെ ആരും വാങ്ങരുത്. ഞാനിതിൻ്റെ ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ഒരാഴ്ച, ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ അതിൻ്റെ ഒരാഴ്ചത്തെ റിസൾട്ടൊക്കെ അപ്പം തന്നെ ഇടും. ഇതിപ്പം 1 മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതാണ് ഇത്രയും സമയം പിടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ചും കൂടെ പറയാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് വലിയ ഗുണമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചിങ്ങനെ ഈ കൈയുടെ ഇവിടെ കുറച്ച് ഈ നമ്മൾ കൈയൊക്കെ കുത്തി വെച്ചാൽ ഉണ്ടാവുന്ന കുരുക്കളൊക്കെ ഇല്ലേ, അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ കളറിൽ ഈ കൈയുടെ ബാക്ക് വശത്തെ കളറിൽ അത്ര വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. അറിയില്ല, എൻ്റെ ഈ ഭാഗത്ത് നല്ല വെളുത്തു വരുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരോടും ഞാനിത് വാങ്ങണമെന്ന് പറയില്ല. ഇത് വാങ്ങണ്ട, ഇത് വലിയ ഗുണമില്ല. ഈ ബ്രൈറ്റനിങ് സ്ക്രബ് നെക്ക്, എൽബോ, നീ, ഫീറ്റ് എന്നീ സ്ഥലത്ത് നമ്മൾ ഡേർട്ടും ടാനൊക്കെ റിമൂവ് ചെയ്യാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇത് പോരാ, എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത് നിങ്ങൾ വാങ്ങണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഞാനിതുപോലെ 1 മാസം ഉപയോഗിച്ചിട്ടൊക്കെ റിവ്യൂ ഇട്ടിട്ട് അതെന്താണെന്നുള്ളത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. അതിന് മുന്നേ ആരും വാങ്ങാൻ നിൽക്കരുത്. ഓക്കെ? അപ്പം ഇതെന്തായാലും വാങ്ങണ്ട. ഇത് നമുക്ക് വെറുതെ പൈസ നഷ്ടം. അപ്പം എന്തായാലും വൈകുന്നേരം ചായക്ക് ഞാൻ വിചാരിക്കുന്നു ഗോതമ്പിൻ്റെ കേക്ക് ആക്കിയാലോ എന്ന്. അപ്പം ഞാൻ കേക്ക് ആക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നു ഒരു കേക്ക് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിന് മുട്ട വേണം.
അപ്പം ഞാൻ ഫാമിൽ പോയിട്ട് മുട്ട എടുക്കട്ടെ ആദ്യം. ചെറിയൊരു കേക്കാണ്, ഒറ്റൊരു മുട്ട വെച്ച്. അതിൽ ഞാൻ 2 മുട്ട വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം സമയം രാത്രിയായി. ഇപ്പം ലോക്ക്ഡൗൺ സമയത്ത് വേറെ പരിപാടിയൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, കിടന്നുറങ്ങണം, ഇങ്ങനെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ മഴയാണ്, പുറത്തിറങ്ങി അധികം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മെയിനായിട്ട് നിങ്ങൾക്ക് ഞാൻ കുഴിമന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാനാണ് ഞാൻ ഇങ്ങനൊരു വ്ലോഗ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ, ടേക്ക് കെയർ.